ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുപിയിലെ പ്രതീക്ഷിക്കാത്ത തോൽവി ബി.ജെ.പി. നേതാക്കളെ ചെറുതായൊന്നുമല്ല ബാധിച്ചത്. ഹിന്ദുത്വം വാരിവിതറിയ ഹിന്ദി ഹൃദയഭൂമിയിലെ തോൽവി യോഗി അടക്കമുള്ള നേതാക്കൾക്ക് തീർത്തത് വൻ തലവേദനയാണ്. ഇപ്പോഴിതാ യോഗി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചില കാര്യങ്ങൾ. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായത് അമിത ആത്മവിശ്വാസം എന്ന് പറയുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അമിത ആത്മവിശ്വാസം സംസ്ഥാനത്ത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയെന്നും ആഗ്രഹിച്ച വിജയം നേടുന്നതിൽ നിന്ന് തടഞ്ഞതെന്നുമാണ് യോഗിയുടെ വാദം. ലക്നൌവിലെ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഭീംറാവു അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന ബി.ജെ.പി. സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ യോഗമായിരുന്നു ഇത്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനും മുഖ്യമന്ത്രി എം.പിമാർക്കും എം.എൽ.എമാർക്കും പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തൊരിക്കൽ കൂടി ബി.ജെ.പിയുടെ പതാക ഉയർത്തണമെന്നും കൈവിടാത്ത ആത്മവിശ്വാസത്തോടെ പറയുകയാണ് യോഗി ആദിത്യനാഥ്. പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിൽ സജീവമാകാനും കിംവദന്തികൾ ഉടനടി തള്ളിക്കളയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ദിവസങ്ങൾക്ക് മുൻപ് യുപിയിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ദളിത് വിഭാഗങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കാനായി ബി.ജെ.പി. നേരിട്ടിറങ്ങിയിരുന്നു. ദളിത് വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേക പ്രചരണമാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ദളിത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിലാണ് സംസ്ഥാനത്തെ സംവരണ സീറ്റുകളിൽ നേരിട്ട തിരിച്ചടി ബി.ജെ.പി. തിരിച്ചറിഞ്ഞത്. ഏറ്റവും കൂടുതൽ ചോർച്ച സംഭവിച്ചത് ദളിത് വിഭാഗത്തിന് ഇടയിലാണ്. ദളിത് വിഭാഗവുമായി കൃത്യമായി ഇടപഴകാനാകാത്തതും പ്രചരണം താഴെത്തട്ടിൽ എത്താത്തതും പരാജയത്തിന്റെ പ്രധാന കാരണമായി. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രചരണം താഴെത്തട്ടിൽ ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ പുതിയ നീക്കം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും പാർട്ടി ഘടകങ്ങളോട് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷും മന്ത്രിമാരും എം.പിമാരും ഉൾപ്പെടെയുള്ളവർ ദളിത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ 17 എസ്.എസ്.സി. സംവരണ സീറ്റുകളിൽ ബി.ജെ.പിക്ക് ഇത്തവണ 8 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത്. മോദി യോഗി പ്രഭാവത്തിൽ വിജയം നേടാമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അവിടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 തവണയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബി.ജെ.പിക്കാണ് ഇത്തവണ യുപിയിൽ അടിപതറിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റിൽ ബി.ജെ.പി. ഞെട്ടിക്കുന്ന തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ബി.ജെ.പിയുടെ തലക്കേറ്റ അടിയായിരുന്നു അവിടുത്തെ തോൽവി. എല്ലാം കൂടിയായപ്പോൾ ബി.ജെ.പി. ഇന്ന് ശരിക്കും പെട്ടിരിക്കുകയാണ്. വോട്ടു തേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി.ജെ.പി. ഇന്ന്.